ഹലോ ഗൈസ്, അപ്പം ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തയ്ച്ചു കൊളായ ഒരു നൈറ്റി തുണിയാണ്. അപ്പം ഞാൻ വലിയ പ്രതീക്ഷയോടെ ആലിയെക്കെട്ട് ചുരിദാർ അടിച്ചതാണ്. പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ കുടം കമത്തിയ പോലെ ആയിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, നൈറ്റി തുണി ആയതുകൊണ്ടായിരിക്കാം, വിരിവില്ലാത്തതുകൊണ്ടായിരിക്കാം, ഫ്ലീറ്റൊന്നും ഒറ്റ ഭംഗിയില്ല, ഏതാണ്ടും ഒരു രസമില്ലെന്ന് വെച്ചാൽ ഒരു രസമില്ല. അപ്പം തന്നെ എൻ്റെ പ്രതീക്ഷയും എൻ്റെ മനസ്സൊക്കെ ചത്തായിരുന്നു. പിന്നെ അതെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പാറുവിന് കോഡ് സെറ്റ് തയ്ക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ആ തുണിനെ ഞാൻ വെട്ടിക്കണ്ടിച്ച് പാറുവിന് പറ്റിയ കോഡ് സെറ്റാക്കി എടുത്തു. അപ്പോൾ മുകളിൽ പപ്പിലുണ്ടോ പോലത്തെ ഒരു ടോപ്പും താഴെ പലാസ പാൻറ്റ് പോലത്തെ ഒരു നീളത്തിലെ പാൻറ്റും ആണ് അവൾക്ക് തയ്ച്ചത്. കുരുപ്പിന് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ കുരുപ്പിന് അത് ഇഷ്ടമായില്ല എന്ന്, കഷത്തിൽ കുത്തിക്കയറണു, വയറിൽ കുത്തിക്കയറണമെന്ന് പറഞ്ഞാൽ അത് ഊരാൻ പറഞ്ഞ് ഭയങ്കര അംഗമായിരുന്നു. അവൾക്കാണെങ്കിൽ ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമല്ല ഗൈസ്, അത് മെയിൻ കാര്യം. അപ്പോൾ ഇതിട്ടപ്പോൾ കുത്തിക്കയറണം, ഈ കോട്ടൻ്റെ തുണി എങ്ങനെ കുത്തിക്കയറാനാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഈ ഡ്രസ്സ് കാണാനായിട്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ നടക്കാൻ പോകണമെങ്കിൽ ഉടുപ്പിടണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിപ്പിച്ച് ഞാൻ അങ്ങനെ ഇടിച്ചു. അതുകൊണ്ട് പിന്നെ കുരുപ്പ് വലിയ കുഴപ്പമില്ലാണ്ട് ഇടിച്ചു. എന്നാലും വിമ്മിഷ്ടം അടിക്കണുണ്ട്, എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഊരണം എന്നുള്ള മട്ടിലായിരുന്നു കേട്ടോ. അവൾ അധികം നേരം ഒന്നും കളിക്കാനും നിന്നില്ല. വീട്ടിലെത്തിയപ്പോൾ തന്നെ അത് ഊരിക്കളഞ്ഞു. അങ്ങനെ നമ്മുടെ വഴിയിലെത്തിയപ്പോൾ തന്നെ ബന്ധമായതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു റോട്ടിൽ കളിക്കാനായിട്ട്. അപ്പോൾ ഈ വഴിയിൽ അങ്ങനെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം വന്നതൊക്കെ ഈ വഴിയാണ് പാറുമൊക്കെ ആയിട്ട് കളിക്കാനായിട്ട്. അപ്പോൾ പാറുവിൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ ഉണ്ടല്ലോ, പിന്നെ ചേട്ടന്മാരൊക്കെ ഉണ്ട് കളിക്കാൻ പറ്റിയത്. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ അവരുടെ ഒപ്പം വന്നിട്ട് പാറു കുറച്ച് നേരം കളിക്കും. നടക്കാൻ ഇറങ്ങണമെങ്കിൽ ഇത് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കേട്ടോ അവൾ അത് അങ്ങോട്ട് ഇട്ടത്. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോവാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഇത്ര ഉള്ളു വീഡിയോ.